ആകാശം മുട്ടി നിൽക്കുന്ന ചെമ്പ്രമലയുടെ മടിത്തട്ടിൽ പച്ചയുടയാട് ചാർത്തി തലച്ചായ്ച്ചുറങ്ങുന്ന കോട്ടനാടെന്ന കൊച്ചു ഗ്രാമം. ഈ നാട് വഴിപോക്കരായ സഞ്ചാരികൾക്ക് കുളിർമയേകുന്ന കാഴ്ചയാണെങ്കിലും ഈ നാടിന്റെ ഇന്നലകൾക്ക് കണ്ണുനീരിന്റെ കഥ പറയാനുണ്ട്. പഞ്ഞവും പട്ടിണിയും, കോരിച്ചൊരിയുന്ന പേമാരി, മരം കോച്ചുന്ന തണുപ്പ്, സൂര്യനെ ഒന്ന് കാണാൻ, ആ ചൂടൊന്നേൽക്കാൻ മാസങ്ങൾ കാത്തിരുന്ന ദിനങ്ങൾ. വജ്രായുധത്തെക്കാൾ മൂർച്ചയുള്ള അക്ഷരഖഡ്ഗം അന്യമായ നാട്. അടർക്കളത്തിൽ അടരാടാൻ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആയുധമില്ലാത്തതിന്റെ ദുഃഖം കടിച്ചമർത്തിയ തലമുറ. 1956 ഒരു ദൈവനിയോഗം പോലെ കോട്ടനാട് സ്റ്റേറ്റ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ MC ചെറിയാൻ സ്കൂൾ തുടങ്ങാൻ ട്രസ്റ്റ് ഹോം അനുവദിച്ചത് ഈ നാടിന്റെ ഗതി മാറ്റാൻ കാരണമായി. അങ്ങനെ ഈ വിദ്യാലയത്തിന്റെ പ്രഥമാധ്യാപകനായി ശ്രീ പത്മനാഭൻ മാസ്റ്റർ നിയോഗിക്കപ്പെട്ടു. അവിടുന്ന് അങ്ങോട്ട് നമ്പ്യാർ സാർ എന്ന് ബഹുമാനത്തോടെ വിളിക്കപ്പെടുന്ന ശ്രീ നാരായണൻ നമ്പ്യാർ സാർ, നമ്മുടെ ഇടയിലെ ഒരാളായ ശ്രീ കുഞ്ഞിബാബു മാസ്റ്റർ എന്നിവരുടെ നീണ്ട നിര ഇപ്പോഴത്തെ ഹെഡ് മിസ്റ്റേഴ്സ് ഷാന്റി ടീച്ചറിലും സഹപ്രവർത്തകരിലും എത്തി നിൽക്കുന്നു. ഷാന്റി ടീച്ചറിന്റെ സ്നേഹച്ചരടിൽ ബന്ധിക്കപ്പെട്ട് SMC, PTA, MPTA കമ്മിറ്റികളും ഇവിടെയുള്ള മുഴുവൻ അധ്യാപകരും അനധ്യാപകരും ഒരു കുടുംബം പോലെ കഠിനാധ്വാനം ചെയ്ത് 2015-16 അധ്യയന വർഷം നേടിയെടുത്ത മികവിന്റെ നേർക്കാഴ്ചയിലേക്ക് ഒരു എത്തിനോട്ടം. മധ്യവേനലിന്റെ ചൂടിന്റെ കാഠിന്യമൊന്നും അവരറിഞ്ഞില്ല. കയർകുത്തിയ പട്ടം പോലെ അലഞ്ഞു നടന്ന ദിനങ്ങൾ. പേനയും കുടയും പുസ്തകവും ബാഗുമെല്ലാം തലപ്പന്തിനും കാൽപന്തിനും നാപ്പോത്തിക്കും ടിവിക്കും വഴിമാറിയിട്ട് 2 മാസം തികയും. തോടും തൊടിയും വരമ്പും ചാടിക്കടന്ന് കളിച്ചു മരിച്ച ദിനങ്ങൾ. ഉഷസിന്റെ ശീതളിമയോ ഉച്ചവേലിന്റെ കാഠിന്യമോ സന്ധ്യ രാത്രിയെ പുലിയതോ ഒന്നും അവരറിഞ്ഞില്ല. മതി കളിച്ചു തന്ന അച്ഛന്റെ ശാസനയുടെ സാരമെന്തെന്ന് മനസ്സിലായതുമില്ല. അമ്മ പറഞ്ഞാണ് അറിഞ്ഞത് നാളെ സ്കൂൾ തുറക്കുന്നു. നനച്ചിരിക്കാത്ത വേനൽ മഴയത്ത് ഇടിവെട്ടേറ്റ പോലെ. സ്കൂൾ, പഠനം, അധ്യാപകർ, ഓർക്കുമ്പോൾ തല മരിക്കുന്നത് പോലെ. നഷ്ടബോധത്തിന്റെ ഭാണ്ഡക്കെട്ടും പേറി ഒരു മടക്കയാത്ര വീണ്ടും സ്കൂളിലേക്ക്. സ്കൂളിലെത്തിയപ്പോൾ ആകെ ഉത്സവമേളം. ബാൻഡും ചെണ്ടയും ബലൂണും തോരണങ്ങളും. മരവിപ്പിന് തെല്ലൊരാശ്വാസം. സ്കൂളിൽ പ്രവേശനോത്സവം നടക്കുകയായിരുന്നു. ഈ മംഗളദിനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് വാർഡ് മെമ്പർ ശ്രീമതി ആൻസി ബേബിയായിരുന്നു. PTA പ്രസിഡന്റ് ശ്രീ ബാബു തോമസ് അധ്യക്ഷനായ ചടങ്ങിൽ ഹെഡ് മിസ്റ്റർ ശ്രീമതി ഷാന്റി ജോൺ സ്വാഗതവും സർവശ്രീ SMC ചെയർമാൻ ബിനീഷ് കുമാർ, PTA വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, MPTA പ്രസിഡന്റ് പ്രഫീദ ബിനീഷ്, ബേബി പോൾ സാർ, ലിസി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും സ്റ്റാഫ് സെക്രട്ടറി ശ്രീ അസൈനാർ മാസ്റ്റർ നന്ദി അറിയിക്കുകയും ചെയ്തു. ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ അടുക്കും ചിട്ടയിലും വരി വരിയായി വന്നുകൊണ്ടാണ് ആഴ്ചയിൽ 3 ദിവസം നടക്കുന്ന അസംബ്ലിയിൽ പങ്കെടുക്കുന്നത്. അസംബ്ലി പിരിഞ്ഞു പോകുമ്പോഴും വൈകുന്നേരം സ്കൂൾ വിട്ടു പോകുമ്പോഴും ഈ ക്രമം കുട്ടികൾ പാലിക്കാൻ ശ്രദ്ധിക്കുന്നു. ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള വൃക്ഷത്തൈ വിതരണവും തൈ നടലും നടക്കുകയുണ്ടായി. 2015 ജൂൺ 8-ാം തീയതി നടന്ന സ്കൂൾതല പരിസ്ഥിതി ക്വിസ് മത്സരത്തിൽ LP വിഭാഗത്തിൽ അഫ്സൽ 1-ാം സ്ഥാനവും UP വിഭാഗത്തിൽ ശിവപ്രസാദ് 1-ഉം അനുരഞ്ജ് 2-ാം. വിദ്യാർത്ഥികളുടെ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ മലയാള മനോരമയുടെ 5 കോപ്പികളുടെ വിതരണ ഉദ്ഘാടനം 4/8/2015 സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇതിന്റെ സ്പോൺസർ കൂടിയായ ശ്രീ VA ജോൺ നിർവഹിച്ചു. കോട്ടനാട് യങ് സ്റ്റാർ സ്പോർട്സ് ക്ലബ്ബ്, ശ്രീമതി മോളി ദലീമ ടീച്ചർ, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ കുമാരി ഇന്ദുശ്രീ എന്നിവർ സ്പോൺസർ ചെയ്ത നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠന ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം SMC ചെയർമാൻ ശ്രീ ബിനീഷ് കുമാർ നിർവഹിച്ചു.
ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി ഷാൻഡി ജോൺ, PTA പ്രസിഡന്റ് ശ്രീ ബാബു തോമസ്, SMC ചെയർമാൻ ശ്രീ GK ബിനീഷ് കുമാർ, മലയാള മനോരമ സർക്കുലേഷൻ ഓഫീസർ ശ്രീ ഫ്രാൻസിസ് ജോസ്, MPTA പ്രസിഡന്റ് ശ്രീമതി പ്രഫീദ കെ, PTA വൈസ് പ്രസിഡന്റ് ശ്രീ സുരേഷ് ബാബു ഡി, സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി ലിസി ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി PM അസൈനാർ മുതലായവർ ആശംസകൾ അർപ്പിച്ചു. പേര്, രക്ഷിതാവിന്റെ പേര്, പൂർണ്ണമായ മേൽവിലാസം, ഫോൺ നമ്പർ, അഡ്മിഷൻ നമ്പർ, ജനന തീയതി എന്നിവയടങ്ങുന്ന ID കാർഡ് ഈ സ്കൂളിന്റെ പ്രത്യേകതയാണ്. ID കാർഡുകൾ 6/8/2015 സ്കൂൾ അസംബ്ലിയിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുകയുണ്ട്. ഉച്ചഭക്ഷണത്തിന് ചോറ്, സാമ്പാർ, മോരുകറി, പരിപ്പ് കറി, കടലക്കറി, മുട്ടക്കറി, ചിക്കൻ കറി മുതലായവയും ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നൽകി വരുന്നു. ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണത്തിന് ഇഡ്ഡലി, പുട്ട്, കപ്പ, ഉപ്പുമാവ് എന്നിവയാണ് നൽകി വരുന്നത്. കൃഷി വകുപ്പിന്റെ പദ്ധതിയിലൂടെ ലഭിച്ച ബയോഗ്യാസ് പ്ലാന്റിന്റെ ഉദ്ഘാടനം 27/7/2015 PTA പ്രസിഡന്റ് ശ്രീ ബാബു തോമസ്, MPTA പ്രസിഡന്റ് ശ്രീമതി പ്രഫീദ ബിനീഷ്, ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി ഷാൻഡി ജോൺ, സ്കൂൾ ലീഡർ കുമാരി ഷഹന ഷെറിൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ SMC ചെയർമാൻ ശ്രീ ബിനീഷ് കുമാർ നിർവഹിച്ചു. ഇതിലൂടെ പാചകത്തിന് ആവശ്യമായ ഗ്യാസും പച്ചക്കറി തോട്ടത്തിനുള്ള ജൈവവളവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ജൈവമാലിന്യ നിർമ്മാർജ്ജനം, കൃഷി, പാചകം എന്നിവയാണ് ഇതിന്റെ നേട്ടങ്ങൾ. ആനക്കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷിയിറക്കിയ കർഷകരുടെ കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കൃഷിയെ മാറ്റി നിർത്താനാവില്ലല്ലോ. കൃഷിയുടെ ബാലപാഠങ്ങളും ഇവിടെ നൽകി വരുന്നു. അധ്യാപകർ തന്നെയാണ് നേതൃത്വം നൽകുന്നത്. ബയോഗ്യാസിൽ നിന്ന് ലഭിക്കുന്ന സ്ലറി വളമായി ഉപയോഗിച്ചു വരുന്നു. ഹെഡ് മിസ്റ്റർ ശ്രീമതി ഷാൻഡി ജോൺ, MPTA പ്രസിഡന്റ് ശ്രീമതി പ്രഫീദ ബിനീഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ PTA പ്രസിഡന്റ് ശ്രീ ബാബു തോമസ് ഗോത്രസാരഥി പദ്ധതി ഫ്ളാഗ് ഓൺ ചെയ്യുകയുണ്ടായി. വാഹന സൗകര്യമില്ലാത്ത ആനക്കാട്, കോട്ടവയൽ, കല്ലായിമ്മൽ, കൊല്ലിവയൽ, കല്ലുമല, റാട്ടക്കൊല്ലി എന്നീ കോളനികളിലുള്ള കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്. 8/8/2015 നടന്ന PTA ജനറൽ ബോഡിയിൽ ശ്രീ ബാബു തോമസ് പ്രസിഡന്റായും ശ്രീ ഷറഫുദ്ദീൻ വൈസ് പ്രസിഡന്റായും സർവശ്രീ ബിനു AJ, ജമാൽ PK, നൌഷാദ് P, സാജിദ ബഷീർ, ഹൈറുന്നീസ, ലത KG എന്നിവരടങ്ങിയ പുതിയ കമ്മിറ്റി നിലവിൽ വന്നു. അധ്യാപക പ്രതിനിധികളായി ഹെഡ് മിസ്റ്റർ ശ്രീമതി ഷാൻഡി ജോൺ, സർവശ്രീ ലിസി ജോസഫ്, തോമസ് KS, അബ്ദുറഹ്മാൻ, അസൈനാർ PM, ജീസ് ജോസഫ്, ജബലാൽ സിംഗ് എന്നിവരും പ്രവർത്തിച്ചു വരുന്നു. ഓഡിറ്റർമാരായി ശ്രീ കുഞ്ഞുമൊയ്തു PK, സീമ ടീച്ചർ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. MPTA പ്രസിഡന്റായി ശ്രീമതി പ്രഫീദ K, വൈസ് പ്രസിഡന്റായി ശ്രീമതി ശകുന്തള, കമ്മിറ്റി അംഗങ്ങളായി ശ്രീമതിമാരായ സുലേഖ, ബിന്ദു ഉണ്ണി, നജീബ, വാഹിദ KV, അനിത രാജേഷ്, സ്മിത സുനിൽകുമാർ, മിശ്രിയ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. അധ്യാപക പ്രതിനിധികളായി ഹെഡ് മിസ്റ്റർ ശ്രീമതി ഷാൻഡി ജോൺ, ശ്രീമതിമാരായ മോളി ദലീമ, ജാസ്മിൻ ഡിക്രൂസ്, ബിനി റാണി, സീമ VN എന്നിവരും പ്രവർത്തിച്ചു വരുന്നു. ശ്രീ ബിനീഷ് കുമാർ GK ചെയർമാനും ശ്രീമതി സരിത PS വൈസ് ചെയർപേഴ്സണുമായി പ്രവർത്തിച്ചു വരുന്ന സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ വാർഡ് മെമ്പർ ശ്രീമതി പ്രതീജ പ്രദീപ്, PTA പ്രസിഡന്റ് ബാബു തോമസ്, PTA വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ P, MPTA പ്രസിഡന്റ് പ്രഫീദ K, MPTA വൈസ് പ്രസിഡന്റ് ശകുന്തള സുനിൽ, സർവശ്രീ PK കുഞ്ഞുമൊയ്തു, സുരേഷ് ബാബു D, ബേബി പോൾ മാസ്റ്റർ, ബിന്ദു ഉണ്ണി, സ്മിത സുനിൽകുമാർ, ലത KG, ബിന്ദു രവി, ഹെഡ് മിസ്റ്റർ ശ്രീമതി ഷാൻഡി ജോൺ, സീനിയർ അസിസ്റ്റന്റ് ലിസി ജോസഫ്, സ്കൂൾ ലീഡർ ഷഹന ഷെറിൻ എന്നിവരും സേവനം ചെയ്തു വരുന്നു. ഈ വർഷത്തെ അഭൂതപൂർവമായ നേട്ടങ്ങൾക്ക് ഈ 3 കമ്മിറ്റികളുടെയും അക്ഷീണ പ്രയത്നത്തിന്റെ കഥ പറയാനുണ്ട്. കോട്ടനാട് സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2014-15 അധ്യയന വർഷത്തെ സ്കൂൾ പ്രവർത്തന റിപ്പോർട്ട് ഡിജിറ്റൽ രൂപത്തിൽ പ്രദർശിപ്പിച്ചു. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച അധ്യാപകരെ PTA കമ്മിറ്റി മെമന്റോ നൽകി ആദരിക്കുകയുണ്ടായി.
2015 ആഗസ്റ്റ് 15 വാർഡ് മെമ്പർ ശ്രീമതി ആൻസി ബേബി പതാക ഉയർത്തി. 46 വരെ സ്വാതന്ത്ര്യദിന റാലി നടത്തുകയും 46 വെച്ച് മലബാർ അസോസിയേഷൻ പ്രവർത്തകർ സ്വീകരണവും എല്ലാവർക്കും മിഠായി വിതരണവും നടത്തി. സ്വാതന്ത്ര്യദിന ചരിത്രത്തെ ആസ്പദമാക്കി ഒരു ഡിജിറ്റൽ ക്വിസ് മത്സരം നടത്തുകയും പ്രസ്തുത മത്സരത്തിൽ കുമാരി ഷഹനാ ഷെറിൻ, അനുരഞ്ജ്, അമീൻ ഇഹ്സാൻ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടുകയുണ്ടായി. തുടർന്ന് പായസ വിതരണവും നടന്നു. ചില്ലറ നാണയത്തുട്ടുകൾ കൂട്ടിവെച്ച് കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന്റെ ഭാഗമായി 1988 മുതൽ ഈ സ്കൂളിൽ ആരംഭിച്ച സഞ്ചയിക കൂടുതൽ കുട്ടികളെ പങ്കുകാരാക്കി വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് 4/9/15 സ്കൂളിൽ നടന്ന അസംബ്ലിയിൽ SMC, PTA, MPTA കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ സേവനം ചെയ്തു വരുന്ന എല്ലാവരെയും മെമന്റോ, ഷാൾ, പൂക്കൾ എന്നിവ നൽകി തുള്ളിമുറിയാതെ കോരിച്ചൊരിയുന്ന പേമാരിയിൽ മുഴുപട്ടിണിയിലായ കള്ളക്കർക്കടകത്തിന്റെ കഥ പറയാനുണ്ട് പഴമക്കാർക്ക്. ഒട്ടിയ വയറുമായി കൺപോളകൾ വലിച്ചു തുറന്ന അവർക്ക് ഒരു പ്രതീക്ഷയുടെ ചിങ്ങപ്പുലരിയുണ്ടായിരുന്നു. പഞ്ഞത്തിന്റെ കഥയറിയാത്ത പുതുതലമുറയ്ക്ക് ഓണവും ഓണസദ്യയും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ കുമ്പിളിൽ കഞ്ഞി കുടിക്കുന്ന കോരന്മാർ ഈ ഉൾനാടൻ ഗ്രാമത്തിന് ഇന്നും അജ്ഞാതമല്ല. പപ്പടവും പായസവും പുളിങ്കറിയും സാമ്പാറുമെല്ലാം വല്ലപ്പോഴും വീണ് കിട്ടുന്ന കുരുന്നുകളും കുടുംബവും ഇന്നും ഈ മലയോര ഗ്രാമത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. വർഷത്തിൽ ഒരിക്കലെങ്കിലും സമൃദ്ധിയുടെ ഒരു ലോകമൊരുക്കുകയാണ് കോട്ടനാട് ഗവൺമെന്റ് UP സ്കൂൾ. 2 നാൾ ഈ കുഞ്ഞു കലാലയം സമൃദ്ധിയുടെയും പങ്കുവയ്ക്കലിന്റെയും വേദിയായി മാറും. ഓരോ കുഞ്ഞുകരങ്ങളിലും ഓണസദ്യയ്ക്കായി എന്തെങ്കിലുമൊക്കെ കാണും. ഓണസദ്യയുടെ തലേനാൾ SMC, PTA, MPTA ഭാരവാഹികളും രക്ഷിതാക്കളും അരിയലും മുറിക്കലും ചിരവലുമായി പകലന്തിയോളം സ്കൂൾ അങ്കണത്തിൽ ഒരുമിച്ചുകൂടും. പിറ്റേന്നാൾ സദ്യവട്ടങ്ങൾ ഒരുക്കുകയാണിവർ. ഒരു ഭവനം പോലെ തീയും പുകയും ചൂടുമെല്ലാം ഒരു വശത്ത്, മറുവശത്ത് പൂക്കള മത്സരം, ഓണക്കളികൾ, മാവേലി, ഓണപ്പാട്ട്, അങ്ങനെ. ഉച്ചയായാൽ ഓണസദ്യയ്ക്ക് ഇലയിടും. പഞ്ചായത്ത് അംഗങ്ങൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ എല്ലാവരും പങ്കെടുക്കുന്ന വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യ. അടുത്ത ഓണപ്പുലരി സ്വപ്നം കണ്ട് സഹോദര്യത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും സമൃദ്ധി തൊട്ടറിഞ്ഞ് നിറച്ചിരിയോടെ നിറമനസ്സോടെ എന്നും മനസ്സിൽ കെടാതെ സൂക്ഷിക്കുന്ന ഒരു ഓർമ്മയായി സ്വന്തം ഭവനങ്ങളിലേക്ക് ഒരു മടക്കയാത്ര. സെപ്റ്റംബർ 16, 17 തീയതികളിൽ സ്കൂൾ തല സ്പോർട്സ് മത്സരം നടക്കുകയുണ്ടായി. ആർമി, എയർഫോഴ്സ്, നേവി എന്നീ 3 ഹൌസുകളായിട്ട് നടന്ന മത്സരത്തിൽ എയർഫോഴ്സ് 1ാം സ്ഥാനവും ആർമി ഹൌസ് 2ാം സ്ഥാനവും നേടി. ഏജ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നടന്ന മത്സരത്തിൽ ഷഹനാദ്, ശിവഗംഗ, നസിൽ, മിത, നിഖിൽ S, അഭിജിത്ത്, ജംഷിയ എന്നീ കുട്ടികൾ ചാമ്പ്യന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചുണ്ട സ്കൂളിൽ വെച്ച് നടന്ന